പണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഇരുട്ടിനകറ്റാൻ വേണ്ടിയായിരുന്നു ചന്ദ്രദേവന്റെ ജനനം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന അമൃത് കുടിച്ചാണ് ചന്ദ്രദേവൻ അമരത്വം നേടിയത്. ആ സമയം കടഞ്ഞെടുത്ത പാലും വെണ്ണയും ചേർത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ച ചന്ദ്രദേവൻ ഒരു ദിവ്യ പുരുഷനായി മാറി. ആ തേജസ്സും സൗന്ദര്യവും കണ്ട് ലോകം മുഴുവൻ അമ്പരന്നു. ചന്ദ്രദേവന് 27 ഭാര്യമാരായിരുന്നു. ദക്ഷ പ്രജാപതിയുടെ 27 പുത്രിമാരായിരുന്നു അവർ. ഇവരിൽ രോഹിണി എന്ന ഭാര്യയായിരുന്നു ചന്ദ്രന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ എപ്പോഴും രോഹിണിയുടെ കൂടെ തന്നെയായിരുന്നു. രോഹിണിയും തൻ്റെ ഭർത്താവായ ചന്ദ്രദേവനെ തൻ്റെ സഹോദരിമാരുടെ അടുത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചിരുന്നു. ബാക്കി 26 ഭാര്യമാരും ഈ അവസ്ഥയിൽ ആകെ വിഷമിച്ചു. ഇത് മനസ്സിലാക്കിയ ദക്ഷ പ്രജാപതി ചന്ദ്രദേവനോട് 27 ഭാര്യമാരെയും ഒരേപോലെ സ്നേഹിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ചന്ദ്രദേവൻ ഇതനുസരിച്ചതുമില്ല, രോഹിണി ഇതനുസരിക്കുവാൻ സമ്മതിച്ചതുമില്ല. കോപിഷ്ഠനായ ദക്ഷ പ്രജാപതി രോഹിണിയെ മുമ്പിൽ വെച്ച് തന്നെ ചന്ദ്രദേവനെ ശപിച്ചു. ശാപത്തിൻ്റെ ഫലമായി ചന്ദ്രദേവന്റെ തേജസ്സും സൗന്ദര്യവും നശിക്കുവാൻ തുടങ്ങി. തൻ്റെ വെളിച്ചം നശിക്കുന്നത് കണ്ട് ചന്ദ്രദേവൻ ശിവഭഗവാനെ സമീപിച്ചു. ചന്ദ്രന്റെ ദുരിതം കണ്ട് ശിവൻ ശാപത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ശാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാമെന്ന് ഉറപ്പുകൊടുത്തു. ശിവന്റെ സഹായത്തോടെ ഓരോ ദിവസം ചന്ദ്രന്റെ വലിപ്പം കൂടാൻ തുടങ്ങി. അതോടെ ചന്ദ്രൻ പൂർണ്ണ രൂപത്തിലെത്തും. ഇതിനെ പൗർണമി എന്നും വെളുത്തുവാവെന്നും വിളിക്കുന്നു. പക്ഷേ 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചന്ദ്രന്റെ വലിപ്പം കുറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് വെളുത്തുവാവ് കറുത്തുവാവ് ദിവസങ്ങൾ ഉണ്ടാകാൻ കാരണം.